I hope reading from the fringes was really good for you all, and you people attempted really good. Today we are going to discuss about the other English common paper entitled Readings on Kerala. First module called it as Formation, and the formation having 3 units. The first one is Early History of Malabar by William Logan, then Tribals of Kerala by Professor S. Achuthavariyar, ആൻഡ് ദ തേർഡ് വൺ ഈസ് ഘോഷയാത്ര ബൈ കുഞ്ചൻ നമ്പ്യാർ. നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1-ത്തെ ഫോർമേഷനിലത്തെ ഏർലി ഹിസ്റ്ററി ഓഫ് മലബാർ ദ പോർച്ചുഗീസ് പീരീഡ് AD 1498 to 1663 ബൈ വില്യം ലോഗൻ. ആദ്യം നമുക്ക് വില്യം ലോഗനെ കുറിച്ച് പഠിക്കാം. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിലെ മദ്രാസ് സിവിൽ സർവൻ്റ് ആയിട്ടുള്ള സ്കോട്ടിഷ് ഓഫീസറായിരുന്നു വില്യം ലോഗൻ. ഹിസ് ലൈഫ് സ്പാൻ സ്റ്റാർട്ട്സ് ഫ്രം 1841 to 1914. മലബാറിലെ കളക്ടറായി അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് he had served in the area for about 20 years in the capacity of magistrate and judge. 20 വർഷമായി ജഡ്ജായിട്ടും മജിസ്ട്രേറ്റായിട്ടും സർവീസ് ചെയ്തിട്ടുണ്ട്. വില്യം ലോഗൻ വാസ് എ പോളിഗ്ലോട്ട്. ഹു ഈസ് പോളിഗ്ലോട്ട്? എ പേഴ്സൺ ഹു നോസ് മോർ ദാൻ 2 languages ആർ കോൾഡ് പോളിഗ്ലോട്ട്. ഇദ്ദേഹത്തിന് മലയാളം അറിയാം, തമിഴ് അറിയാം, തെലുങ്ക് അറിയാം. വില്യം ലോഗൻ അറിയപ്പെടുന്നത് മലബാർ മാനുവൽ എന്ന കൃതിയിൽ കൂടിയാണ്. 1887 മലബാർ മാനുവൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ദ ചാപ്റ്റർ ഓൺ ഹിസ്റ്ററി ഇൻ വില്യം ലോഗൻസ് മലബാർ മാനുവൽ. ഈ കൃതിയിലൂടെ വില്യം ലോഗൻ ചില കാര്യങ്ങൾ വരച്ച് കാണിക്കുന്നുണ്ട്, ഡീറ്റെയിൽഡ് ഓവർവ്യൂ കൊടുക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഹിസ്റ്ററി ഓഫ് മലബാർ റീജിയൻ എവിടെ മുതലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 19-ാം നൂറ്റാണ്ട് മുതൽ. മലബാർ മാനുവലിൻ്റെ തുടക്കം തന്നെ ഒരു ഡിസ്കഷനാണ് ഏർലി കിങ്ഡംസ് ദാറ്റ് റൂൾഡ് ദ റീജിയൻ ഇൻക്ലൂഡിംഗ് ദ ചേരാസ്, ചോളാസ് ആൻഡ് പാണ്ഡ്യാസ് and their interactions with their powerful empires such as the Mauryas and the Mughals. ഏർലി കിങ്ഡംസ് ഭരിച്ചിരുന്ന ചോളാസ്, ചേരാസ്, പാണ്ഡ്യാസ് ഇൻട്രാക്ഷൻസ് ആ കാര്യം ഓർത്ത് വയ്ക്കുക. ദെൻ വിത്ത് അതർ പവർഫുൾ എംപയേഴ്സ് ആരൊക്കെയാണ്? മൗര്യന്മാരും മുഗൾമാരും. ഇതിനുശേഷം ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത് പീരിയഡ് ഓഫ് യൂറോപ്യൻ കൊളോണൈസേഷൻ ആണ് ആൻഡ് ദ അറൈവൽ ഓഫ് ദ പോർച്ചുഗീസ്. ഏർലി കിങ്ഡം റൂളേഴ്സിന് ശേഷം പിന്നെ വന്നിരിക്കുന്നത് യൂറോപ്യൻ കൊളോണൈസേഷൻ ആൻഡ് ദ അറൈവൽ ഓഫ് ദ പോർച്ചുഗീസ്, ഡച്ച് ആൻഡ് ബ്രിട്ടീഷ് ഇൻ ദ റീജിയൻ. ഓരോ രാജ്യക്കാരും വരുന്നത് അവരവരുടെ കഴിവ് കാണിക്കാനും പറ്റാവുന്ന കാര്യങ്ങൾ ലൂട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. പണ്ട് കാലം മുതലൊക്കെ തന്നെ ചരിത്ര താളുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും, കഴിവുള്ളവർ കഴിവില്ലാത്ത രാജ്യത്ത് വരികയും അവരുടെ കൊളോണിയൽ പവേഴ്സ് കാണിക്കുകയും ലോക്കൽ പോപ്പുലേഷനെയും ഇക്കോണമിയെയും ഓവർ പവർ ചെയ്യുന്ന ഒരു പതിവാണ് കാണാറുള്ളത്. ഈ ചാപ്റ്റർ വേറൊരു കാര്യം കൂടി അൺകവർ ചെയ്യുന്നുണ്ട്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വന്ന മലബാർ റെബല്യൻ കൂടി. മലബാർ റെബല്യൻ്റെ കാര്യം തീർച്ചയായിട്ടും നോക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാകും. എ പോപ്പുലർ അപ്രൈസിംഗ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. ലോഗൻ തൻ്റെ മലബാർ മാനുവലിൽ ചില കാര്യങ്ങൾ കൂടി ഡിസിഫർ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കാരണങ്ങൾ, ദെൻ കോൺസിക്വൻസസ്, ദ റോൾ പ്ലേഡ് ബൈ ലോക്കൽ ലീഡേഴ്സ് സച്ച് ആസ് പഴശ്ശിരാജ ആൻഡ് വേലു തമ്പിദളവ. ഈ ചാപ്റ്ററിൻ്റെ ഉടനീളം ലോഗൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ഇൻക്ലൂഡിംഗ് യൂറോപ്യൻ അക്കൗണ്ട്സ്, ലോക്കൽ ലെജൻഡ്സ് ആൻഡ് ഫോക്ലോർ, കൂടാതെ ഇൻസ്ക്രിപ്ഷൻസ് ഓൺ ഏൻഷ്യൻ മോണുമെന്റ്സ് ടു ഡെസിഫർ. ഇതിൻ്റെയൊക്കെ ആകെ തുകയാണ് നമ്മൾ ഇന്ന് കാണുന്ന മലബാർ മാനുവൽ. ഇതൊക്കെ പറയാൻ കാരണം വി ഗോട്ട് എ കോംപ്രിഹെൻസീവ് ആൻഡ് നുവാൻസ്ഡ് അക്കൗണ്ട് ഓഫ് ദ കോംപ്ലക്സ് ഹിസ്റ്ററി ഓഫ് മലബാർ റീജിയൻ. ഈ ഒരൊറ്റ കൃതിയിൽ കൂടി പല സ്കോളേഴ്സിനും ദെൻ ഹിസ്റ്റോറിയൻസിനും മലബാർ റീജിയനെ കുറിച്ച് അറിയാനും പഠിക്കാനും സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ ആർട്ടിക്കിൾ എടുത്തിരിക്കുന്നത് ഹിസ്റ്ററി എന്ന ചാപ്റ്ററിൽ നിന്നാണ്, ഫ്രം ദ ബുക്ക് മലബാർ മാനുവൽ. ഇതിൽ തന്നെ നമുക്ക് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലേക്ക് വന്ന വാസ്കോ ഡ ഗാമയുടെ യാത്ര കാണാം. ദെൻ ഹിസ് അസോസിയേഷൻ വിത്ത് ദ സാമൂറിൻസ്. 1498 കോഴിക്കോടിലെ പന്തലായനിയിൽ എത്തിയ കാര്യവും ആദ്യമായിട്ട് കടൽ മാർഗത്തിൽ കൂടി ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻസ് ആണ് ഈ പറയുന്ന പോർച്ചുഗീസും അതിലെ താരവുമായിട്ടുള്ള വാസ്കോ ഡ ഗാമ. ഈ കൊളോണിയൽ വരവ് ഇന്ത്യയിലെ കൊളോണിയൽ മർക്കൻഡലിസത്തിന് വഴിയൊരുക്കുകയും പിന്നീട് കൊളോണൈസേഷൻ ഓഫ് ഇന്ത്യയിലേക്ക് വഴിമാറുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ഈ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കുക, കേൾക്കാനും മറക്കരുത്. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.